കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ, മുഖ്യമന്ത്രി കരുണാകരനെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയ, അനേകം സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ട, പുരുഷന്മാർ ജീവനം കൊണ്ട് ഓടിയൊളിച്ച ഒരു പോലീസ് നരനായാട്ടിന്റെ കഥയുണ്ട് കേരള ചരിത്രത്തിൽ. ഒരു കാലത്ത് മാധ്യമങ്ങൾ ആഘോഷമാക്കിയ ആ കഥ ഇന്ന് സിനിമയാവുകയാണ്. ദിലീപ് നായകനാവുന്ന പുതിയ ചിത്രം തങ്കമണി കേരളം കണ്ട ഏറ്റവും വലിയ പോലീസ് ക്രൂരതകളിൽ ഒന്നായ തങ്കമണി വെടിവെപ്പിനെ ആസ്പദമാക്കിയെടുക്കുന്ന സിനിമയാണ്. സിനിമ കാണുന്നതിന് മുന്നേ നമുക്ക് ആ കഥ ഒന്ന് കേട്ടു നോക്കിയാലോ? പക്ഷെ അതിനൊക്കെ മുന്നേ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പനക്കടുത്തുള്ള കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ അധികം പുരോഗമനമൊന്നും എത്തി നോക്കാത്ത ഒരു കൊച്ചു ഗ്രാമമായിരുന്നു തങ്കമണി. ഈ ഗ്രാമത്തിന് ഇങ്ങനൊരു പേര് വന്നതിന് പിറകിൽ ഒരു കഥയുണ്ട്. വളരെ പണ്ട് ഈ പ്രദേശത്തൊരു ആദിവാസി മൂപ്പൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് 5 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്: പുഷ്പ, നീലി, തങ്കമണി, കാമാക്ഷി, പ്രകാശ്. മരിക്കുന്നതിന് മുന്നേ അദ്ദേഹം തന്റെ മക്കൾക്കായി വീതിച്ചു നൽകിയ ഭൂമിയാണ് പിൽക്കാലത്ത് ഇടുക്കി ജില്ലയിലെ പുഷ്പഗിരി, നീലിവയൽ, കാമാക്ഷി, തങ്കമണി, പ്രകാശ് എന്നീ പേരുകളിൽ അറിയപ്പെട്ടത്. 1986 കാലഘട്ടങ്ങളിൽ ഇടുക്കി ജില്ലയിലെ പാറമട മുതൽ തങ്കമണി വരെയുള്ള റോഡ് ഗതാഗതത്തിന് അനുയോജ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കട്ടപ്പനയിൽ നിന്നും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മിക്ക ബസ്സുകളും തങ്കമണിക്ക് മുൻപുള്ള പാറമടയിൽ തങ്കമണിയിലെ യാത്രക്കാരെ ഇറക്കി വിടുകയായിരുന്നു പതിവ്. പക്ഷെ യാത്രക്കാരിൽ നിന്നും തങ്കമണി വരെയുള്ള ബസിന്റെ ചാർജ് അവർ ഈടാക്കിയിരുന്നു. ഇതിൽ തങ്കമണിയിലെ നാട്ടുകാർക്ക്, പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികൾക്ക് നല്ല അമർഷമുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം, കൃത്യമായി പറയുകയാണെങ്കിൽ 1986 ഒക്ടോബർ 21-ന് കട്ടപ്പനയിൽ നിന്നും തങ്കമണിയിലേക്ക് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന എലൈറ്റ് എന്ന ബസ് പതിവ് പോലെ പാറമടയിൽ എത്തിയപ്പോൾ തങ്കമണിയിലെ യാത്രക്കാരോട് പാറമടയിൽ ഇറങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ബസ്സിൽ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി ഇറങ്ങാൻ കൂട്ടാക്കാതെ ബസ് തങ്കമണിയിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ബസ് ജീവനക്കാർ അതിന് തയ്യാറായില്ല. അങ്ങനെ ബസ് ജീവനക്കാരും വിദ്യാർത്ഥിയും തമ്മിൽ വാക്കുതർക്കമായി. വാക്കുതർക്കത്തിനൊടുവിൽ ബസ് ജീവനക്കാർ വിദ്യാർത്ഥിയെ മർദ്ദിച്ച് റോഡിൽ ഇറക്കി വിട്ടു. ഇതിൽ രോഷാകുലരായ തങ്കമണിയിലെ നാട്ടുകാർ പിറ്റേ ദിവസം സംഘടിച്ച് ബസ് പിടിച്ചെടുത്ത് തങ്കമണിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ബസ് ജീവനക്കാർ വിദ്യാർത്ഥിയോട് മാപ്പ് പറയണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ ബസ് ജീവനക്കാർ വിദ്യാർത്ഥിയോട് മാപ്പ് പറയാൻ തയ്യാറായില്ല. അത് മാത്രമല്ല, ബസ് മുതലാളി കട്ടപ്പനയിൽ നിന്ന് പോലീസിനെയും കൂട്ടിക്കൊണ്ടുവന്ന് ബസ് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ശ്രമവും നടത്തി. നാട്ടുകാർ ഇതിനെ ശക്തമായി എതിർത്തു. അങ്ങനെ പോലീസുകാർ നാട്ടുകാർക്ക് നേരെ ലാത്തി വീശി. പ്രകോപിതരായ നാട്ടുകാർ പോലീസുകാർക്ക് നേരെ കല്ലെറിയാനും തുടങ്ങി. പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായതോടെ പോലീസുകാർ തിരിച്ചുപോയി. ഈ ഒരു സംഭവം പോലീസുകാർക്ക് വലിയൊരു നാണക്കേടായി മാറി. തങ്കമണിയിലെ ജനങ്ങളോട് വൈരാഗ്യം തോന്നാൻ ഇതൊരു കാരണവുമായി. പിറ്റേ ദിവസം AC തമ്പാന്റെ നേതൃത്വത്തിൽ 40 വണ്ടികളിലായി 100ഓളം പോലീസുകാർ തങ്കമണിയിലെത്തി. പ്രശ്നം വഷളാകുന്നു എന്ന് മനസ്സിലായതോടെ തങ്കമണിയിലെ പഞ്ചായത്ത് പ്രസിഡന്റും വികാരിയച്ഛനുമൊക്കെ സമാധാന ചർച്ചയ്ക്ക് ശ്രമിച്ചു. എന്നാൽ ആ സമയത്ത് പോലീസുകാരുടെ മനസ്സിൽ തങ്കമണിയിലെ ജനങ്ങളോട് പക മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമാധാന ചർച്ചയും അവിടെ വില പോയില്ല. പ്രകോപനങ്ങൾ ഒന്നുമില്ലാതെ പോലീസുകാർ തങ്കമണിയിലെ ജനങ്ങൾക്ക് നേരെ വെടിവെച്ചു. തങ്കമണിയിലെ ജനങ്ങൾ പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. കോഴിമല അവറാച്ചൻ എന്ന വ്യക്തിക്ക് ആ വെടിവെപ്പിൽ ജീവൻ നഷ്ടമായി. പോലീസുകാർ തങ്കമണിയിലെ ഓരോ വീടുകളിലും കയറിയിറങ്ങി പുരുഷന്മാരെ മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റിലായവരിൽ മിക്ക ആൾക്കാരും 20 വയസ്സിന് താഴെയും 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരായിരുന്നു. പ്രായം പോലും കണക്കിലാക്കാതെ പോലീസുകാർ അവർക്ക് നേരെ 3ാം മുറ പ്രയോഗിച്ചു. അറസ്റ്റിലായവരിൽ 26 വയസ്സ് പൂർത്തിയായ മാനസിക രോഗി വരെ ഉണ്ടായിരുന്നു. വെടിവെപ്പിന് ശേഷം തങ്കമണിയിൽ നിന്നും ആളുകൾ പിരിഞ്ഞു പോയിട്ടും പോലീസുകാരുടെ കലി അടങ്ങിയിരുന്നില്ല. പുരുഷന്മാരില്ലാതിരുന്ന ആ രാത്രിയിൽ പോലീസുകാർ വീണ്ടും തങ്കമണിയിലെത്തി. അടഞ്ഞുകിടന്ന വാതിലുകൾ ഓരോന്നായി ചവിട്ടി തുറന്ന് തങ്കമണിയിലെ സ്ത്രീകളെ പീഡിപ്പിക്കുകയും കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു പീഡന കഥ പിന്നീട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന K. കരുണാകരനും പോലീസുകാരും നിഷേധിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായ E.K. നായനാർ പറയുന്നത് 42 സ്ത്രീകളുടെ കൈകളിൽ നിന്നും അദ്ദേഹത്തിന് പരാതി ലഭിച്ചു എന്നാണ്. എന്നിരുന്നാലും ആ ഒരൊറ്റ രാത്രി കൊണ്ട് തങ്കമണിയിലെ ജനങ്ങൾ ഒരുപാട് അനുഭവിച്ചു. തങ്കമണിയിലെ സംഭവം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടോ പുറത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാർ തങ്കമണിയിലെ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്നില്ല.
അത് മാത്രമല്ല അവിടെ ജനിച്ചു വീണ കുട്ടികൾക്ക് നേരെ നോക്കി അവർ പോലീസിന്റെ തൊപ്പിയണിഞ്ഞ കുട്ടികൾ എന്ന് കളിയാക്കി വിളിക്കാനും തുടങ്ങി. അങ്ങനെ ഒരു ബസ് സർവീസുമായി ബന്ധപ്പെട്ട ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ ഒരു നാടിന് മൊത്തം മുറിവേറ്റ, ഒരു നാട് മൊത്തം അപമാനിക്കപ്പെട്ട കഥയാണ് പിന്നീട് തങ്കമണി വെടിവെപ്പ് എന്ന പേരിൽ അറിയപ്പെട്ടത്. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. കേരള ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴുമാണ് പോലീസുകാർ ഏറ്റവും കൂടുതൽ കലാപകാരികളായി മാറിയിരുന്നത്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ ഇടപെടലിന് ശേഷം മുഖ്യമന്ത്രി കരുണാകരൻ അന്ന് ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഉത്തരവിടുകയും 5 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. തങ്കമണി വെടിവെപ്പിനും 6 മാസങ്ങൾക്ക് ശേഷമായിരുന്നു കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. ആ സമയത്ത് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ തുറുപ്പുചീട്ടായിരുന്നു തങ്കമണി സംഭവം. തങ്കമണി ഗ്രാമത്തിന്റെ പേര് ചൊല്ലിയുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു പ്രതിപക്ഷം ഉപയോഗിച്ചിരുന്നത്. അന്ന് തങ്കമണി സംഭവം കൊണ്ട് UDF-നേറ്റ് ക്ഷീണം മാറ്റാൻ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി വരെ പ്രചാരണത്തിനിറങ്ങി. എന്നാൽ അന്നത്തെ ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെടുകയും 1987 മാർച്ച് 26-ന് നായനാർ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. അധികാരത്തിൽ വന്നതിന് ശേഷം നായനാർ തങ്കമണി വെടിവെപ്പിന്റെ യഥാർത്ഥ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിനായി ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അതിൽ 80ഓളം പോലീസുകാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ സസ്പെൻഷനിലായിരുന്ന 5 പോലീസുകാർക്ക് നേരെ മറ്റ് ശിക്ഷാ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല ഈ 5 പോലീസുകാരും പിന്നീട് ഉദ്യോഗ കയറ്റത്തോടെ സർവീസിൽ വീണ്ടും തിരിച്ചെത്തുകയാണ് ഉണ്ടായത്. 1987-ൽ തങ്കമണി സംഭവത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ആദ്യ സിനിമയായിരുന്നു ഇതാ സമയമായി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തങ്കമണി സംഭവത്തെ ആസ്പദമാക്കി ഒരു സിനിമ വരികയാണ്. സിനിമയും കഥയും ഒക്കെ തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ടെന്ന് സിനിമ കണ്ടു തന്നെ നമുക്ക് മനസ്സിലാക്കാം. നന്ദി.